നമസ്കാരം. എ.ഡി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. കുടുംബത്തിന്റെ ഹർജിയിൽ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. തന്റെ ഭർത്താവിന്റെ മരണത്തിന് കണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയാണ് ഉത്തരവാദിയെന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിച്ചു. പ്രതിയെ സംരക്ഷിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പി ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയെന്നും മഞ്ജുഷയുടെ അഭിഭാഷകൻ വി. ജോൺ സെബാസ്റ്റ്യൻ റാൾഫ് ഹർജിയിൽ പറഞ്ഞു. CBI അന്വേഷണം വേണ്ടെന്ന നിലപാടാണ് നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. വിവരാവകാശ അപേക്ഷകൾക്ക് ഇതുവരെ സർക്കാർ മറുപടി നൽകിയിട്ടില്ല. നിലവിലെ അന്വേഷണ സംഘം നല്ലതാണ്, എന്നാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നതാണ് ആവശ്യം. പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണമാകും നടക്കുക. അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ പി ദിവ്യയെ നിയമിച്ചു. ഇതിന്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കും എന്ന് തന്നെയാണെന്ന് കുടുംബം വാദിച്ചു. നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കൊല നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കേണ്ടി വരുമെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മഞ്ജുഷ ആരോപിച്ചു. 55 കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല. പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല. ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു. അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായില്ലെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായിട്ടുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി ആരോപിച്ചു. കളക്ടറുടെ ചേംബറിന് സമീപമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി. ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കളക്ടറെ ഈ യോഗത്തിന് ശേഷം പോയി കണ്ടിട്ടുണ്ടോ എന്നും വ്യക്തമാകുമായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ADMന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് CBIക്ക് വിടണം. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണം. കേരള പോലീസിന് വില കുറച്ച് കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല. CBIക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലെ അന്വേഷണം പ്രതിയെ സഹായിക്കുകയാണ് എന്നതിന് എന്ത് തെളിവാണ് ഹർജിക്കാരിക്ക് ഹാജരാക്കാനുള്ളതെന്ന് കോടതി ചോദിച്ചു. കുടുംബം ഉന്നയിച്ച കൊലപാതക സാധ്യതയടക്കം പരിശോധിക്കുന്നുണ്ടെന്നും CBI അന്വേഷണം വേണ്ടെന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാട്. കേസിന്റെ എല്ലാ വശങ്ങളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി വാദിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നും പക്ഷപാതപരമായ സമീപനം ഉണ്ടായതായി ആരോപണമില്ല. മതിയായ തെളിവില്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ച പി ദിവ്യയ്ക്ക് പോലീസിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്താനാവില്ല. അന്വേഷണത്തിൽ ഒരു പിഴവ് പോലും ഉണ്ടായിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBIയും അറിയിച്ചിരുന്നു. CBI ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്നതല്ല, CBIക്ക് കൈമാറേണ്ട കാര്യമുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നതെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്.